എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. വാർത്തകളുടെ 1 മണിക്കൂർ നേരത്തെ യാത്ര നമ്മൾ ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സംസ്ഥാനത്ത് പുതിയൊരു വിവാദം വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. സംസ്ഥാനത്തെ ബാറുകളുടെ പ്രവർത്തന സമയം നീട്ടി സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയ വാർത്ത വന്നിരുന്നു. പ്രവൃത്തി സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാണ് നിശ്ചയിച്ചിരുന്നത്. ഈ നിർണായക തീരുമാനം മന്ത്രിസഭ അറിയാതെ എന്ന വിവരമാണ് ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത്. വാർത്തകൾ വൻ വിവാദമായപ്പോൾ മറുപടിയുമായി മന്ത്രി MP രാജേഷ് തന്നെ രംഗത്തു വന്നു. ബാർ സമയം ദീർഘിപ്പിച്ചു എന്നത് തെറ്റായ വാർത്തയാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. സമയം യഥാർത്ഥത്തിൽ ഏകീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നതെന്ന് മന്ത്രി പറയുന്നു. മാത്രവുമല്ല, പ്രതിപക്ഷത്തിന് എല്ലാം അറിയാമായിരുന്നു എന്നാണ് മന്ത്രി പറഞ്ഞത്. എല്ലാം പ്രതിപക്ഷം അറിഞ്ഞാണോ നടന്നത് എന്നതാണ് അറിയേണ്ട കാര്യം. പ്രതിപക്ഷ നേതാവ് അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങളൊക്കെ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായി ആ കാര്യങ്ങൾ പരിശോധിക്കാം. എന്താണ് ബാറുകളുടെ പ്രവൃത്തി സമയവുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിൽ നടന്നത് എന്നതാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. പ്രവൃത്തി സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാണ് നീട്ടിക്കൊണ്ടുള്ളതാണ് പുതിയ തീരുമാനം. 2 മണിക്കൂർ അധിക പ്രവൃത്തി സമയം കിട്ടും എന്നതാണ് ഈ തീരുമാനത്തിലൂടെ ഉണ്ടായിട്ടുള്ളത്. നിലവിലിത് രാവിലെ 11 മുതൽ രാത്രി 11 വരെയാണ് ഉള്ളത്. 5 സ്റ്റാർ ബാറുകൾക്ക് പുലർച്ചെ 3 മണിവരെ പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യവും കൂടി പുതിയ ഉത്തരവ് പ്രകാരം ഉണ്ടാകും. നിലവിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ബാറുകൾക്ക് രാത്രി 12 വരെ പ്രവർത്തിക്കാൻ അനുമതി നൽകിയിരുന്നു. അതേസമയം അതിന് സമീപ പ്രദേശത്തുള്ള ബാറുകൾക്ക് ഇത് ബാധകമായിരുന്നില്ല. ഇതിൽ ബാറുടമകൾ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് എല്ലാ ബാറുകളുടെയും പ്രവർത്തന സമയം നീട്ടാൻ സർക്കാർ തീരുമാനിച്ചത്. സമയം കൂട്ടുന്നതിന്റെ ന്യായീകരണങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണ് എന്ന് നോക്കിയാൽ, മദ്യവിൽപ്പന ഉയരാനുള്ളൊരു സാഹചര്യം ഈ 2 മണിക്കൂർ അധികം കിട്ടുമ്പോൾ ഉണ്ടാകും. അതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും എന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ടൂറിസം മേഖലയ്ക്ക് ഗുണം ചെയ്യും എന്നതാണ് മറ്റൊരു സാഹചര്യം. നൈറ്റ് ലൈഫിന് ഇത് വലിയ രീതിയിലുള്ളൊരു പ്രോത്സാഹനം സൃഷ്ടിക്കുകയും ചെയ്യും. നമുക്കറിയാം, ടൂറിസം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് ചൂണ്ടിക്കാട്ടിയാണ് ഇതിനു മുൻപും പ്രവൃത്തി സമയത്തിൽ ഇളവുകളൊക്കെ നൽകിയിരുന്നത്. അപ്പോൾ അതേ കാരണങ്ങൾ തന്നെയാണ് ഇതിനും ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇതിന് കുറെ ദോഷവശങ്ങൾ ഉണ്ട് എന്നതാണ് ഇതിനെ എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിലൊന്ന് മദ്യ ഉപയോഗം കൂടും എന്നതാണ്. മദ്യവർജന ശ്രമങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നതിന് വലിയ തിരിച്ചടിയായിരിക്കും സർക്കാർ ഈ രീതിയിൽ ബാറുകൾക്ക് സമയം കൂട്ടിക്കൊടുക്കുന്ന നടപടി സൃഷ്ടിക്കുക എന്നതാണ് ഇതിനെ എതിർക്കുന്നവർ പറയുന്നത്. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാത്രി ഏറെ വൈകിയും ബാറുകൾ തുറന്നിരുന്നാൽ അവിടെ നിന്ന് മദ്യപിച്ചിറങ്ങുന്നവർ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയും സാഹചര്യവും കൂടും എന്ന് പറയുന്നു. അത് വലിയ രീതിയിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങളെ എത്തിക്കും എന്നതാണ് എതിർക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഇത് എപ്പോഴും ഈ രീതിയിൽ മദ്യവിരുദ്ധരും മദ്യം ഉപയോഗിക്കുന്നവരും തമ്മിൽ എപ്പോഴും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾക്കിട നൽകുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴും ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ മറ്റു ചില വിവാദങ്ങൾ കൂടി ഉയരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, ഈ തീരുമാനം മന്ത്രിസഭ അറിയാതെയാണ് എടുത്തിട്ടുള്ളത് എന്നതാണ്. മന്ത്രിസഭ അറിയാതെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം. സമയമാറ്റത്തിലെ നിർണായക തീരുമാനം മന്ത്രിസഭയെ അറിയാതെയാണോ എടുത്തിട്ടുള്ളത്? മുഖ്യമന്ത്രി നേരിട്ട് വിഷയത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. LDF യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തിയതോടെയാണ് സംസ്ഥാനത്തെ ബാർ ഉടമകളുടെ തന്നെ ഏറെക്കാലത്തെ ആവശ്യമായ പ്രവർത്തന സമയം നീട്ടാനുള്ള തീരുമാനം വളരെ വേഗത്തിലുണ്ടായിരിക്കുന്നത് എന്നതാണ് മനസ്സിലാകുന്നത്. 2025 ഒക്ടോബർ മാസത്തിൽ ബാർ ഉടമകളുടെ ദീർഘകാലമായുള്ള ആവശ്യം ഫയലായി നീക്കം തുടങ്ങിയിരുന്നു. പക്ഷേ അത് ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ജനുവരി 29-ന് എക്സൈസ് മന്ത്രി MP രാജേഷിൽ നിന്ന് മുഖ്യമന്ത്രി ഫയൽ വിളിപ്പിക്കുകയായിരുന്നു. ആ ഫയൽ വിളിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി വെറും 1 ദിവസം കൊണ്ട് അതിൽ തീരുമാനമുണ്ടായിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. ഇതോടെ മറ്റ് നടപടികളെല്ലാം വളരെ വേഗത്തിലാവുകയായിരുന്നു. ഇന്നലെ അത് ഗസറ്റ് വിജ്ഞാപനമായി പുറത്തിറങ്ങുകയും ചെയ്തു. ഈ മുഖ്യമന്ത്രി മാത്രം അറിഞ്ഞ, അല്ലെങ്കിൽ മന്ത്രിസഭയെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഈ തീരുമാനം എന്ന വിവാദം വരുമ്പോൾ, അക്കാര്യങ്ങൾ ചർച്ചയാകുമ്പോൾ അതിൽ പ്രതികരണം തേടി LDF കൺവീനറുടെ പത്രത്തിൽ വാർത്ത കണ്ടാണ്
ബാർ സമയം മാറ്റിയ തീരുമാനം അറിഞ്ഞതെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറയുന്നുണ്ട്. തീരുമാനത്തിൽ തെറ്റില്ല എന്ന ഒരു ന്യായീകരണം കൂടി അദ്ദേഹം വെക്കുന്നുണ്ട്. പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാർ തലത്തിൽ അത് പരിഹരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. നയം നേരത്തെ തീരുമാനിച്ചതാണ്, പുതിയ നയത്തിന്റെ ഭാഗമൊന്നുമല്ല ഇപ്പോൾ വന്നിട്ടുള്ള തീരുമാനം എന്നുകൂടിയാണ് TP രാമകൃഷ്ണൻ പറയുന്നത്. ടൂറിസ്റ്റുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മാറ്റങ്ങൾ അനിവാര്യവും ആവശ്യവുമാണ് എന്ന് TP രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ അദ്ദേഹം ഒന്നും അറിഞ്ഞില്ല എന്നുള്ള കാര്യം വസ്തുതയാണ് എങ്കിൽ പോലും അതിനെ ന്യായീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. മദ്യനയം നേരത്തെ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ബാർ ഹോട്ടലുകൾക്ക് 10 മണി മുതൽ 12 മണി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അത് നിലവിലുള്ള നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പൊതു നിലപാട് സ്വീകരിച്ച് കഴിഞ്ഞാൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇത് സംബന്ധമായ നിലപാട് സ്വീകരിക്കാൻ അധികാരമുണ്ട്. ഇപ്പോഴിത് ഗവൺമെൻറ് ഉത്തരവായി എന്നുള്ളത് എനിക്കറിയില്ല. പത്രങ്ങളിലൊക്കെ വാർത്ത വായിച്ചതാണ്. സാധാരണ നിലയിൽ ഇങ്ങനെയൊരു മാറ്റം വരുത്തുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിൻ്റെ ഏതെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സർക്കാർ തലത്തിൽ ആലോചിച്ച് കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ പറയാം. കൂടുതൽ വിശദീകരണം ആവശ്യമാണെങ്കിൽ പിന്നീട് പറയാം എന്ന് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. സമയമാറ്റത്തിൽ ദുരൂഹതയുണ്ട് എന്നും മന്ത്രിസഭയിൽ ചർച്ചയില്ലാതെയാണ് തീരുമാനമെടുത്തത് എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇക്കാര്യത്തിൽ വിമർശനവുമായി രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. കൂടിയാലോചനകൾ ഇല്ലാതെയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത് എന്ന നേരത്തെയുള്ള വിമർശനങ്ങൾക്കൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യങ്ങളിലും വിമർശനം ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി. ദുരൂഹത ആരോപിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവതരമായി ഒരു ചർച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ തീരുമാനം എടുക്കേണ്ടത്. ദൗർഭാഗ്യവശാൽ പെട്ടെന്നാണ്, ഇലക്ഷന്റെ സായാഹ്നത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അതിന് ആക്ഷേപം ഉണ്ടാവും ഉറപ്പായിട്ടും. ഈ ഏകീകരിക്കുന്ന ഒരു പ്രശ്നം വന്നിരുന്നു നേരത്തെ. പക്ഷേ ടൂറിസം കേന്ദ്രങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ബാറുകൾക്ക് ഇത് കൊടുക്കാനുമാണെന്നുള്ള ആക്ഷേപവും വന്നിരുന്നു. അത് ഗൗരവമായി പരിശോധിക്കപ്പെടണം. ആ മന്ത്രിസഭ അത് പരിശോധിക്കണം. വിശദമായ ഒരു ചർച്ചയ്ക്ക് ശേഷം ഈ 3 മണി വരെ എന്നൊക്കെയുള്ള ഒരു സമയമൊക്കെ അതിൽ പറയുന്നുണ്ട്. അത് എത്രത്തോളം ഗൗരവമായിട്ട് കാണുന്നുണ്ട്? അല്ലല്ല, അത് നമ്മൾ പരിശോധിക്കേണ്ട, അതിന്റെ ഡീറ്റെയിൽസ് പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അപ്പോ സമയം കൂട്ടിയതിൽ ഉള്ള അഭിപ്രായത്തെക്കാൾ കൂടുതലായി ഇത് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഫോക്കസ് കൊടുത്തിരിക്കുന്നത് എന്നത് നമുക്ക് ആ പ്രതികരണത്തിൽ നിന്ന് കാണാം. എന്തായാലും ക്രൈസ്തവ സഭകൾ എല്ലാ കാലത്തും ഈ പ്രവർത്തന സമയം ഉയർത്തുന്നതിനെതിരെയും മദ്യ ലഭ്യത കൂട്ടുന്നതിനെതിരെയും ഒക്കെ രംഗത്ത് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ സഭ നേതൃത്വം ഇതിനെതിരെ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ ബാറുകളുടെ സമയം വർദ്ധിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് ഡീലായി പൊതുസമൂഹം കണ്ടാൽ കുറ്റം പറയാനാവില്ല എന്നായിരുന്നു KCBC മദ്യവിരുദ്ധ സമിതിയുടെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനം അടിയന്തരമായി പിൻവലിക്കണമെന്നും മദ്യവിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നതാണ് തീരുമാനമെന്നായിരുന്നു ഓർത്തഡോക്സ് സഭയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം. അപ്പോൾ വളരെ ശക്തമായ ഭാഷയിലാണ് ക്രൈസ്തവ സഭാ നേതൃത്വം ഇതിനെതിരെ രംഗത്ത് വരുന്നത്. 24 മണിക്കൂറും മദ്യത്തിൻ്റെ ലഭ്യത ഉറപ്പാക്കുന്നത് വഴി ഒരു തെറ്റായ സന്ദേശമാണ് കേരളത്തിലെ യുവതലമുറയ്ക്ക് സർക്കാർ നൽകുവാനായി ശ്രമിക്കുന്നത്. തീർച്ചയായും ടൂറിസത്തിൻ്റെ പേരിൽ കേരളത്തിൻ്റെ തനതായ സംസ്കാരത്തെ നശിപ്പിക്കുവാൻ ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് ലജ്ജാകരമായ കാര്യമാണ്. കേരളത്തിൻ്റെ സംസ്കാരത്തെ അതോടൊപ്പം തന്നെ ഒരു തലമുറയെയും വിറ്റ് ഖജനാവ് വീർപ്പിക്കുവാനുള്ള സർക്കാരിൻ്റെ ശ്രമമെന്ന് പറയുന്നത് ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ്. ബാർ മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിൻ്റെ ഒരു തലമുറയെ ബലി കൊടുക്കുക എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് നേരെ സർക്കാർ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും ബാർ മുതലാളിമാരുടെ നിവേദനങ്ങൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെങ്കിൽ തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹം അത് തിരിച്ചറിയും. കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും വേദന അനുഭവിക്കുന്ന തലമുറകളും അതോടൊപ്പം തന്നെ അടുത്ത തലമുറയുടെ ഭാവിയെപ്പറ്റി ആശങ്കയുള്ള കേരളത്തിലെ നാനാജാതി മതസ്ഥരായ ആളുകൾ, കേരളത്തെ സ്നേഹിക്കുന്ന ആളുകൾ, കേരളത്തിൻ്റെ തനത് സംസ്കാരത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ പ്രതിഷേധിക്കും. യാതൊരു വിധമായ സംശയവുമില്ല.
അപ്പോൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രതിഷേധം ഉയർന്നു വരും എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്തായാലും ക്രൈസ്തവ സഭ വലിയ രീതിയിൽ തന്നെ ഇതിനെതിരെ രംഗത്ത് വരുന്നു. അതൊരു ഡീൽ എന്ന ഒരു ആരോപണം കൂടി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നതാണ് നമ്മൾ കണ്ടത്. എല്ലാ കാലത്തും ഈ രീതിയിൽ സഭയുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ നയത്തിനെതിരെ ഉണ്ടായിട്ടുള്ളതുമാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഇങ്ങനെ പല കോണിൽ നിന്ന് ഉയരുമ്പോൾ അതിന് മറുപടിയുമായി എക്സൈസ് വകുപ്പ് മന്ത്രി തന്നെയാണ് രംഗത്ത് വന്നത്. എം പി രാജേഷ് മാധ്യമങ്ങളെ കാണുമ്പോൾ സമീപ സംസ്ഥാനങ്ങളിലെ പ്രവർത്തന സമയം, ബാറുകളുടെ പ്രവർത്തന സമയവും കണക്കുകളും സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത്. യഥാർത്ഥത്തിൽ ബാർ സമയം ദീർഘിപ്പിച്ചു എന്നത് തെറ്റായ വാർത്തയാണ് എന്ന് അദ്ദേഹം പറയുന്നു. എക്സൈസ് വകുപ്പ് മന്ത്രി ചൂണ്ടിക്കാട്ടിയ കാര്യം ഈ സമയത്തിൽ ഒരു ഏകീകരണം കൊണ്ടുവരികയാണ് ചെയ്തത്, യഥാർത്ഥത്തിൽ സമയം ദീർഘിപ്പിക്കുകയല്ല ചെയ്തത് എന്നതാണ് അദ്ദേഹം അതിന്റെ ന്യായീകരണമായി ചൂണ്ടിക്കാട്ടിയത്. ടൂറിസം സ്ഥലങ്ങളിൽ നേരത്തെ 12 മണി വരെയായിരുന്നു സമയം. അതൊരു വിവേചനമായി നിലനിൽക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് ഏകീകരിക്കാൻ തീരുമാനിച്ചത് എന്നതാണ് മന്ത്രി ഇക്കാര്യത്തിൽ വിശദീകരിച്ചത്. ബാർ സമയം ഏകീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് ഈ കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു എന്ന് കൂടി മന്ത്രി എം പി രാജേഷ് പറയുന്നു. അതിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പുറത്തു പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് ഇത് അറിയാമായിരുന്നു, ബാക്കി അവർ പറയട്ടെ, അവർ അത് തിരുത്തുകയാണെങ്കിൽ ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ എന്നതാണ് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിൽ മന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞത്. അനുകൂല നിലപാടാണെന്ന് പ്രതിപക്ഷം സർക്കാരിനെ അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. രേഖാമൂലമുള്ള അറിയിപ്പായിരുന്നില്ല പക്ഷേ ആ നടന്നത് എന്നതും അദ്ദേഹം പറയുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ ചില ആശയവിനിമയം നടക്കുമല്ലോ, മാന്യത എല്ലാവരും പുലർത്തുന്നത് നല്ലതാണ്, ആ മാന്യത പുലർത്തിക്കൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ താൻ പറയാത്തത് എന്നതാണ് മന്ത്രി വിശദീകരിച്ചത്. ഒപ്പം ഗുജറാത്തിലെ മദ്യനിരോധനത്തിന്റെ അവസ്ഥ എന്താണ് എന്നത് പ്രതിപക്ഷ നേതാവ് തന്നെ തന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നത് പ്രതിപക്ഷ നേതാവിനെ കോട്ട് ചെയ്തുകൊണ്ട് തന്നെ മന്ത്രി എം പി രാജേഷ് ഇന്ന് ഈ മറുപടി പറയാൻ എത്തിയപ്പോൾ വിശദീകരിച്ചു. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ കോൺഫിഡൻസോട് കൂടിയായിരുന്നു ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. ഏത് വിമർശനങ്ങൾക്കും മറുപടി ഉണ്ട് എന്ന നിലയിലായിരുന്നു. മന്ത്രിയുടെ പ്രതികരണം കൂടി കേൾക്കാം. ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നുള്ളത്. നിങ്ങൾ എന്ന് പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങേയറ്റത്തെ ഇരട്ടത്താപ്പും കാപട്യവുമാണ്. കാരണം പ്രതിപക്ഷത്തിന് അറിയാത്ത കാര്യമല്ല ഇത്. പ്രതിപക്ഷം അനുകൂലമായ നിലപാടും അറിയിച്ചിട്ടുള്ളതാണ്. ഞങ്ങൾ അനുകൂല നിലപാട് പ്രതിപക്ഷം അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇനി KCBC പ്രതിപക്ഷമായിട്ട് കൂടി സംസാരിക്കട്ടെ. വിവാദമുണ്ടാക്കിയിട്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കണമെന്ന് സർക്കാർ ഉദ്ദേശിച്ചിരുന്നില്ല. അപ്പോൾ വിവാദമില്ല എന്ന സൂചന കിട്ടിയതുകൊണ്ടാണ് ആ തീരുമാനത്തിലേക്ക് പോയത്. അപ്പോൾ വിവാദമുണ്ടാക്കാൻ ഈ ഘട്ടത്തിൽ സർക്കാർ ആഗ്രഹിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ അൺഒഫീഷ്യലായിട്ടുള്ള ചില ധാരണകൾ ഉണ്ടായിരുന്നു എന്നതാണ് പ്രതിപക്ഷ നേതാവിനെ ചൂണ്ടിക്കൊണ്ട് തന്നെ മന്ത്രി പറയുന്നത്. അതിനുശേഷം ഇങ്ങനെ പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്നതാണ് മന്ത്രി സൂചിപ്പിച്ചത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് അല്പസമയം മുൻപ് ഇതൊക്കെ തള്ളിക്കളയുകയാണ്. ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല, ഒരു ആശയവിനിമയവും നടന്നിട്ടില്ല എന്നതാണ് VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? മറ്റ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നീങ്ങി എന്നുള്ള ആരോപണത്തിനും മന്ത്രി എം പി രാജേഷ് മറുപടി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ വളരെ സാവധാനത്തിലാണ് ഇതിന്റെ ഫയലുകൾ നീങ്ങിയത് എന്നതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നേരത്തെ വളരെ വേഗത്തിൽ നടക്കുകയായിരുന്നെങ്കിൽ വളരെ വേഗത്തിൽ ഇതിനു മുൻപ് തന്നെ ഈ പുതിയ സമയക്രമം നിലവിൽ വരേണ്ടതാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും എല്ലാ കാലത്തും മദ്യ നയങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള എതിർത്തും അനുകൂലിച്ചുകൊണ്ടുമുള്ള വലിയ സംവാദങ്ങൾ നടക്കാറുണ്ട്. അത് എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ്. എന്നാൽ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുണ്ടെങ്കിലും പഠനങ്ങളോ രേഖകളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നത് നമുക്ക് കാണാം. മദ്യവർജനമല്ലേ സർക്കാരിന്റെ നയം എന്ന് മന്ത്രി എം പി രാജേഷിനോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മന്ത്രി പറയുന്നത് വർജിക്കേണ്ടവർ മദ്യം വർജിച്ചോട്ടെ എന്നതാണ് മന്ത്രി പറയുന്നത്. മദ്യത്തെ എതിർക്കുന്നവർക്ക് ബോധവൽക്കരണം നടത്താമല്ലോ എന്നൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഞങ്ങളുടെ പാർട്ടി അത് പറയുന്നുണ്ടല്ലോ എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. നിർബന്ധിച്ച് ഞങ്ങൾ ആരെയും കുടിപ്പിക്കുന്നില്ലല്ലോ, വേണ്ടുന്നവർ കുടിക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് എന്നതാണ് മന്ത്രി ചോദിക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. എന്നും ഇതൊരു ഡിബേറ്റബിൾ പോയിന്റാണ്. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ടുള്ള പല വിധത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയരുകയാണ്. എന്തായാലും മദ്യം കൂടുതലായി എത്തുന്നത് വലിയ രീതിയിൽ സുരക്ഷിത മദ്യപാനം മറ്റ് രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കുമെന്ന് വാദിക്കുന്നവരുണ്ട്. അതല്ല, അതിൻ്റെ ലഭ്യത കൂടുമ്പോൾ കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്ന് വാദിക്കുന്നവരുണ്ട്. എന്തായാലും സർക്കാർ ഈ കാര്യത്തിൽ
വളരെ ഓപ്പണായിട്ടാണ് പോകുന്നത്. 2016 മുതൽ ഇതുവരെയുള്ള നയങ്ങൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ ബാറുകൾക്ക് അനുമതി ലഭിക്കുകയും കൂടുതൽ ബാറുകൾക്ക് കൂടുതൽ നേരം പ്രവർത്തിക്കാനുള്ള ഒരു സമയം ഒരുങ്ങുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ തത്വത്തിൽ ഇതിനോട് യോജിക്കുന്നവരാണ് പ്രതിപക്ഷം ഉൾപ്പെടെ എന്ന് സർക്കാർ ഒരു ന്യായീകരണവും പറയുകയാണ്. എന്തായാലും ഇതും ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയവുമായി മാറുന്നതാണ്. ക്രൈസ്തവ സഭകൾ ഇതിനോട് സ്വീകരിക്കുന്ന നിലപാടിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൂടി ഇന്ന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. അറസ്റ്റിലായി 41 ദിവസങ്ങൾക്ക് ശേഷമാണ് തന്ത്രിക്ക് ജാമ്യം ലഭിക്കുന്നത്. സ്വർണ്ണക്കൊള്ളയുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ തെളിവുകൾ ഇല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. തന്ത്രി കൂടി ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത് SITക്ക് കനത്ത തിരിച്ചടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. അപ്പോൾ തുടരെ പ്രതികൾ അറസ്റ്റിലായി ജയിലിൽ കിടന്നവർ പുറത്തേക്കിറങ്ങുകയാണ്. അതേസമയം കോടതിക്ക് മുന്നിൽ SITക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ല അവരുടെ നിലപാട് വിശദീകരിക്കാൻ എന്നത് മാത്രമാണ് സാഹചര്യം. അപ്പോൾ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത് എന്നത് നമുക്ക് വിശദമായി തന്നെ നോക്കാം. അന്വേഷണ സംഘത്തിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കട്ടിളപ്പാളി കേസിലും ദ്വാരപാലക ശില്പക്കേസിലും സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് കൊല്ലം വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. തന്ത്രിക്കെതിരെ SIT കണ്ടെത്തിയ വിവരങ്ങൾ ഇതൊക്കെയാണ്. തന്ത്രിയുടെ അനുജ്ഞയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നാണ് SIT വാദിച്ചിരുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നേരിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ട് എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ എത്തിച്ചത് തന്ത്രിയാണ് എന്നത് ചൂണ്ടിക്കാട്ടിയിരുന്നു. വിവിധ വലിയ രീതിയിലുള്ള സാമ്പത്തിക നിക്ഷേപങ്ങൾ തന്ത്രിക്കുണ്ട്, വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട് തന്ത്രിക്ക് എന്നത് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഈ ഗുരുതരമായ കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു തന്ത്രിക്കെതിരെയുള്ള അന്വേഷണ സംഘത്തിന്റെ വാദങ്ങൾ. ഈ അന്വേഷണ സംഘം തന്ത്രിക്കെതിരെ നിർണായക തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. തന്ത്രിയുടെയും ഭാര്യയുടെയും പേരിലുള്ള കണക്കിൽപ്പെടാത്ത വൻ നിക്ഷേപങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ ധരിപ്പിച്ചിരുന്നു. 2024 തന്ത്രിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിയ 2.5 കോടി രൂപയുടെ സ്രോതസ്സിനെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത്. അതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട്. ഇപ്പോഴും അതിലൊരു വ്യക്തത കിട്ടിയിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്നും സാമ്പത്തിക ഇടപാടുകൾ നടന്നതായും പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ടിരുന്നത് പ്രോസിക്യൂഷൻ. പക്ഷേ ഈ വാദങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് കൊല്ലം വിജിലൻസ് കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചത്. ആചാരപരമായ കാര്യങ്ങളിൽ മാത്രം ഇടപെടുന്ന ആളാണ് താനെന്നും സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ല എന്നുമായിരുന്നു തന്ത്രിയുടെ വാദം. ഈ വാദങ്ങൾ കേട്ട കോടതി സ്വർണ്ണക്കൊള്ളയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ ഈ ഘട്ടത്തിൽ തെളിവുകൾ ഇല്ല എന്ന് വിലയിരുത്തുകയും തന്ത്രിക്ക് ജാമ്യം അനുവദിക്കുകയുമാണ് ഉണ്ടായത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, N വാസു എന്നിവർ മേൽക്കോടതിയെ സമീപിച്ചിട്ട് പോലും ഈ കേസിൽ ജാമ്യം ലഭിച്ചിരുന്നില്ല എന്നത് നമുക്കറിയാം. മാത്രവുമല്ല അതിശക്തമായ ചില പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ഒക്കെ മേൽക്കോടതികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അപ്പോഴാണ് വിചാരണ കോടതിയിൽ നിന്ന് തന്നെ തന്ത്രി ജാമ്യം ലഭിച്ച് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. തന്ത്രിയുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചുകൊണ്ടാണ് കർശന ഉപാധികളോടെ ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. എന്തായാലും പ്രോസിക്യൂഷൻ വാദങ്ങളൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് തന്ത്രി ഈ കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇത് SITക്ക് തിരിച്ചടിയല്ലേ? തീർച്ചയായും ആ കേസുമായി ബന്ധപ്പെട്ട് 41 ദിവസം കഴിയുമ്പോൾ തന്ത്രിക്ക് ജാമ്യം കിട്ടിയത് SITക്ക് വലിയ തിരിച്ചടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് നേരിട്ട് ബന്ധമുണ്ട് എന്നത് പ്രോസിക്യൂഷന് തെളിയിക്കാനായില്ല എന്നൊരു സാഹചര്യമുണ്ട്. തന്ത്രിക്ക് താന്ത്രികപരമായ അധികാരങ്ങൾ മാത്രമാണ് ഉള്ളത് എന്ന വാദം അംഗീകരിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ഈ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് എന്നൊരു സാഹചര്യമുണ്ട്. ശബരിമല കേസിൽ അറസ്റ്റിലായ പോറ്റി ഉൾപ്പെടെയുള്ള പ്രധാന പ്രതികൾക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. അതെല്ലാം പക്ഷേ കുറ്റപത്രം വൈകിയത് മൂലമുള്ള സ്വാഭാവിക ജാമ്യമായിരുന്നുവെങ്കിൽ തന്ത്രിക്ക് അറസ്റ്റിലായി 41ാമത്തെ ദിവസം
ജാമ്യം ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതും വിചാരണ കോടതിയിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതുവരെ ഈ കേസിൽ പുറത്തിറങ്ങിയവർ ആരൊക്കെയെന്ന് നോക്കിയാൽ മുരാരി ബാബു ആണ് ആദ്യം പുറത്തു വരുന്നത്. ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിന് ആദ്യം ജാമ്യം ലഭിച്ച് പുറത്തു വരുന്നു. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വരുന്നു. കേസിലെ ഒന്നാം പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തു വരുന്നു. എൻ വാസു, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് കമ്മീഷണറുമായ എൻ വാസു ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയിരുന്നു. അതിനു മുൻപ് എസ് ശ്രീകുമാർ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ജാമ്യം ലഭിച്ച് പുറത്തു വന്നു. സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ അയാളും ഇതിൽ ജാമ്യം ലഭിച്ച് പുറത്തു വന്നിരുന്നു. ഇവരൊക്കെ സ്വാഭാവിക ജാമ്യം ലഭിച്ചാണ് പുറത്തിറങ്ങിയതെങ്കിൽ തന്ത്രിക്ക് അറസ്റ്റിലായി 41ാമത്തെ ദിവസം തന്നെ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നതാണ് സാഹചര്യം. ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ശരിയായ ദിശയിൽ എന്നതാണ് ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. SITയെ സംബന്ധിച്ച് അവരുടെ അന്വേഷിക്കുന്ന ഈ കേസ് എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ള കേസാണ്. ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കുറ്റപത്രം വൈകുന്നത് ഒരു വലിയ കാര്യം അല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് എന്നത് പറയുന്നത്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് എന്നതാണ് കോടതി വിലയിരുത്തിയത്. ഈ പ്രതികൾ പുറത്തു പോകുന്നതിൽ ആശങ്കയുണ്ടാകേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. ഏത് വലിയ വ്യക്തികളാണ് എങ്കിൽ പോലും കുറ്റം ചെയ്തവർ നിയമത്തിന് മുന്നിൽ വരും എന്ന് കൂടി കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. SITക്ക് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട എല്ലാം വലിയ പിന്തുണയാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് കോടതി നൽകിയിട്ടുള്ളത്. പക്ഷേ എല്ലാ പ്രതികളും ഇപ്പോൾ തന്ത്രി 41ാം ദിവസവും പുറത്തു വരുന്നു എന്നത് എന്തായാലും കോടതി ഏത് തരത്തിൽ അതിനെ അംഗീകരിക്കുമ്പോൾ പോലും പുറത്തുനിന്ന് നോക്കിക്കാണുന്നവരെ സംബന്ധിച്ച് എല്ലാവരും അകത്തു പോയവരെല്ലാം പുറത്തു വരുന്നു എന്നൊരു സാഹചര്യമാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. SIT ഇന്ന് മുന്നോട്ട് വെച്ച എല്ലാ വാദങ്ങളും തള്ളിക്കൊണ്ടാണ് കോടതി തന്ത്രിക്ക് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ SITയെ സംബന്ധിച്ച് തിരിച്ചടിയാണ് ഈ കേസിൽ ഉണ്ടായിരിക്കുന്നത്. തന്ത്രി കൂടി പുറത്തിറങ്ങുന്ന സാഹചര്യം വരുമ്പോൾ ഭൂമാഫിയെ തകർത്ത ജീവിതങ്ങൾ നിരവധിയാണ്. നമ്മൾ അങ്ങനെ നിരവധി വാർത്തകൾ കണ്ടിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് അത്തരമൊരു സംഭവം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യുകയാണ്. ആലപ്പുഴയിൽ സ്വകാര്യ റിസോർട്ടിന്റെ ഭൂമി ഇടപാടുകളുടെ പേരിൽ ദുരിതത്തിലായിരിക്കുന്ന 52ഓളം കുടുംബങ്ങളുടെ ദുരിതമാണ് ന്യൂസ് 18 പുറത്തുകൊണ്ടുവന്നിരിക്കുന്നത്. മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ 23ാം വാർഡിലെ ജനങ്ങൾക്കാണ് റിസോർട്ട് മാഫിയയുടെ കടന്നുവരവോടെ നടവഴി പോലും നഷ്ടമാകുന്നത്. പലയിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കുരുവി ആൻഡ് കുരുവി, മാരാരി ബീച്ച് വില്ല എന്നീ സംയുക്ത സംരംഭങ്ങളുടെ 25 ഏക്കറോളം വരുന്ന ഭൂമിയിൽ റിസോർട്ടിന്റെ ഭീമാകാരൻ കോമ്പൗണ്ട് വാൾ ഉയർന്നതോടെ ചതി മനസ്സിലാക്കിയ ജനം വഴിക്കായി പരക്കം പായുകയായിരുന്നു. ആദ്യം 7 ഏക്കർ ഭൂമിയാണ് റിസോർട്ട് വാങ്ങിയതെങ്കിൽ പിന്നീട് നിർബന്ധിത വിൽപ്പനയിലൂടെ 25 ഏക്കറോളം ഭൂമിയിലേക്ക് ഉടമകൾ എത്തിയെന്ന് ജനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ എങ്ങനെയാണ് ആ ഭൂമാഫിയയുടെ വല വിരിക്കുന്നത് എന്നത് മറ്റ് പലയിടങ്ങളിലും കണ്ടതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ശരണ്യ സ്നേഹജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആലപ്പുഴ ജില്ലയിലെ മാരാരിക്കുളം പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു സാഹചര്യം അവിടുത്തെ തീരദേശ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. മാരാരിക്കുളം തെക്ക് പഞ്ചായത്തിൽ 23ാം വാർഡിലാണ് ഇത്തരത്തിലൊരു റിസോർട്ട് ആദ്യഘട്ടത്തിൽ അവർ 7 ഏക്കർ സ്ഥലം വാങ്ങുകയും പിന്നീട് അത് 25 ഏക്കറിലേക്ക് വ്യാപിപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 25 ഏക്കർ സ്ഥലം അവർ വാങ്ങിയതോടുകൂടി ആ പ്രദേശത്തുണ്ടായിരുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള 50ഓളം കുടുംബങ്ങൾക്ക് വഴി നഷ്ടപ്പെട്ടു എന്നുള്ള ആരോപണമാണ് പ്രധാനമായും അവർ ഉന്നയിക്കുന്നത്. തുടക്കത്തിൽ 7 ഏക്കർ കുരുവി എന്ന ഒരു കമ്പനിയാണ് പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അവരാണ് ആദ്യം 7 ഏക്കർ സ്ഥലം വാങ്ങുന്നത്. തുടർന്ന് മാരാരിക്കുളം ബീച്ചിന്റെ ഭാഗം, അതായത് ബീച്ച് തൊട്ട് ഉള്ള 7 ഏക്കർ സ്ഥലമാണ് വാങ്ങിയിരുന്നത്. അവിടെ ഹട്ടുകളടക്കം സ്ഥാപിച്ചുകൊണ്ടായിരുന്നു ഇവർ ആദ്യം റിസോർട്ട് പണിതത്. പിന്നീട് അത് ഒരു മാരാരി ബീച്ച് പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഇൻഫ്ര എന്നൊരു കമ്പനി കൂടി അതിനകത്തേക്ക് വരുന്നു. അതോടുകൂടി ആ പ്രദേശത്തുള്ള ആളുകൾ നടന്നിരുന്ന വഴികൾ ഉൾപ്പെടെയുള്ള വീടുകൾ ഉൾപ്പെടുത്തി ഇവർ അത് 25 ഏക്കറിലേക്ക് വ്യാപിപ്പിച്ചു. ആ 25 ഏക്കർ വ്യാപിപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ആ 25 ഏക്കറിനുള്ളിൽ പലയിടങ്ങളിലും ഉള്ള നടവഴികൾ ഉണ്ടായിരുന്നു. ആളുകൾ കടന്നു പോകുന്ന വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഈ ഭൂപ്രദേശം കൂടി അവർ വാങ്ങിയതോടെ ഈ റിസോർട്ടിന്റെ തെക്കേ എതിരായി വരുന്ന ഭാഗത്ത് ഇവർ നാട്ടുകാരുമായി ചേർന്ന് സ്ഥലം വിട്ടു
നൽകാം, അങ്ങനെ നാട്ടുകാർക്ക് വഴിയൊരുക്കാം എന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് പിന്നീട് അവർ ഈ ഭാഗം വാങ്ങിക്കൂട്ടുന്നത്. എന്നാൽ ഈ സ്ഥലം വാങ്ങി 25 ഏക്കറോളം തികഞ്ഞു കഴിഞ്ഞപ്പോൾ, അതായത് മാരാരി ബീച്ച് മുതൽ ഒപ്പം തന്നെ അതിന്റെ കിഴക്കേ അതിരായ തീരദേശ ഹൈവേ വരെയുള്ള ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ഇപ്പോൾ തെക്കേ അതിർ ഭാഗത്ത് ചേർന്ന് നൽകാമെന്ന് പറഞ്ഞ വഴിയിൽ നിന്നും ഈ റിസോർട്ട് ഉടമകൾ പിന്മാറി എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. 50ഓളം വീട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കിടപ്പ് രോഗികളായ ആളുകളുണ്ട്, കുട്ടികളുണ്ട്. ഇവർക്കൊന്നും തന്നെ ഈ റിസോർട്ടിന്റെ ഭാഗത്ത് വഴി നൽകാത്തത് കൊണ്ട് മാത്രം ഈ 50ഓളം കുടുംബങ്ങൾക്ക് അവരുടെ പൊതുവഴി നഷ്ടമായി എന്നുള്ളതാണ്. തുടർന്ന് സമരത്തിലേക്ക് കടക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നമ്മൾ നടത്തിയ അന്വേഷണത്തിൽ ഈ റിസോർട്ടിന്റെ കെയർടേക്കർ അടക്കമുള്ള ആളുകൾ, അതായത് തലയോലപ്പറമ്പ് സ്വദേശിയാണ് ഈ ഭൂമി നോക്കി നടത്തി പോകുന്നത് എന്നാണ്. കൃത്യമായി ആരാണ് രജിസ്ട്രേഷൻ, അതായത് പുതിയ 25 ഏക്കറിലേക്ക് വന്നപ്പോൾ പഴയ കമ്പനിയുടെ രജിസ്ട്രേഷൻ രേഖകളല്ലാതെ പഞ്ചായത്തിൽ മറ്റു രേഖകളില്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ തെക്കേ അതിർഭാഗത്ത് 1.5 മീറ്റർ വീതം പൊതുജനങ്ങൾ വഴി നൽകിയിട്ടുണ്ട്. വളരെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് റിസോർട്ടിന് വിട്ടു നൽകേണ്ടി വരുന്നത്. അവർ ഇപ്പോൾ പറയുന്നത് തീരദേശ ഹൈവേയോട് ചേരുന്ന ഭാഗത്ത് വീതി കുറവായി വരുന്നതിനാൽ ഈ ഒരു 1.5 മീറ്റർ 25 ഏക്കറിൽ നിന്നും ഈ 1.5 മീറ്ററോളം വരുന്ന ഭാഗം വിട്ടു നൽകാനായി തയ്യാറല്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചതോടെയാണ് ജനങ്ങൾ ആ ഒരു ചതി മനസ്സിലാക്കുന്നത്. ഇതിൽ തന്നെ പല വീടുകളും 25 ഏക്കറിന്റെ അകഭാഗം, അതായത് 3 വശവും റിസോർട്ടിനാൽ 4 വശവും റിസോർട്ടിനാൽ ചുറ്റപ്പെട്ട രീതിയിലുള്ള ഭൂമി വീടുകളും അതിനകത്തുണ്ട്. അവർ ഇതുവരെ ഈ ഭൂമി വിട്ടു നൽകാനായി റിസോർട്ടിന് വിൽക്കാനായി തയ്യാറായിട്ടില്ല. അവരെ അടക്കം സമ്മർദ്ദത്തിലാക്കി പൂർണ്ണമായും ഈ ഭൂമി കൈക്കലാക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഈ ഒരു പൊതുവഴി, അല്ലെങ്കിൽ ജനസഞ്ചാര യോഗ്യമായ ഒരു വഴി ആ റിസോർട്ടിന്റെ ഭാഗത്തുകൂടി വന്നാൽ ജനങ്ങൾ അവിടെ നിന്ന് വിട്ടു പോകില്ല എന്നുള്ളൊരു തന്ത്രം കൂടി പ്രയോഗിച്ചാണ് ഇത്തരത്തിൽ റിസോർട്ട് മാഫിയ അവിടെയുള്ള പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ള കുടുംബങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം, ഒരു മാസ് പെറ്റീഷൻ മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിൽ അവിടുത്തെ ജനങ്ങൾ നൽകി കഴിഞ്ഞു. ഒപ്പം തന്നെ ഈ നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് റിസോർട്ടിന്റെ തെക്കേ അതിർ ഭാഗത്ത് ചേർന്ന് അവർ സ്ഥലം നൽകാം, വഴി നൽകാം എന്ന് പറഞ്ഞ ഭാഗത്തിന് അപ്പുറത്തേക്കും ഈ റിസോർട്ട് ഭൂമി വാങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നൽകാമെന്ന് പറഞ്ഞ ഭാഗത്ത് വഴി നൽകിയാൽ അത് പിന്നീട് ബാധിക്കും എന്നതടക്കമുള്ള കണക്കുകൂട്ടലിന്റെ ഭാഗമായാണ് അവിടുത്തെ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായിരുന്ന അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി ഉൾപ്പെടെ മാറ്റി പകരം നൽകാമെന്ന് പറഞ്ഞ് കബളിപ്പിച്ച ഇവർ ഇപ്പോൾ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നത്. അത്തരത്തിൽ ഈ 52ഓളം കുടുംബങ്ങളുടെ കാര്യത്തിൽ പഞ്ചായത്ത് അടക്കം ഇനി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം അവിടെ റോഡ് നിർമ്മിക്കാനായി ജനങ്ങൾ വിട്ടു നൽകി 5 വർഷമായി ജനങ്ങൾ വിട്ടു നൽകിയ ഭൂമിയുണ്ട്. ആ ഭൂമി ഈ റിസോർട്ടിന്റെ ഭാഗത്ത് നിന്നുള്ള ഭൂമി നൽകാത്തത് കൊണ്ട് മാത്രം അവിടെ അനാഥമായി കിടക്കുകയാണ്. മരണം ഉൾപ്പെടെ നടന്നാൽ ചുമന്നുകൊണ്ടുവരേണ്ട ഗതികേടാണുള്ളത്. കിടപ്പ് രോഗികളായ സ്ത്രീകൾ ഉൾപ്പെടെ കിടപ്പ് രോഗികളായ ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരു രോഗാവസ്ഥ വന്നാൽ മൂർച്ഛിച്ചാൽ ആളുകളെ റോഡിലേക്ക് ചുമന്ന് കൊണ്ടുവരുന്ന ഒരു പ്രാചീന കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യരാണ് മാരാരിക്കുളം സൗത്ത് പഞ്ചായത്തിലെ ഈ 23-ാം വാർഡിൽ ഉള്ളവർ. എന്തായാലും അവിടെയുള്ള രാഷ്ട്രീയ പ്രവർത്തകരടക്കം ഈ പ്രതിഷേധത്തിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ അടക്കം ഈ സംഭവം ശരിയാണെന്ന് നമ്മളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ എങ്ങനെയാണ് ഒരു ഭൂപ്രദേശത്തെ പുതുതായി കടന്നു വന്ന ഒരു സംരംഭം, ആ സംരംഭം തുടങ്ങുന്നതിൽ നാട്ടുകാർക്ക് യാതൊരുവിധ പ്രതിഷേധവുമില്ല. അവർ നേരത്തെ തന്നെ പറഞ്ഞതാണ് തങ്ങൾക്ക് ഈ സംരംഭം വരുന്നതിനോട് യോജിപ്പ് മാത്രമേ ഉള്ളൂ. പക്ഷേ തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി 25 ഏക്കറിനുള്ളിലൂടെ പല ഇടങ്ങളിലായി കടന്നു പോന്നിരുന്ന വഴികൾ വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ മറ്റൊരു വഴി നൽകാമെന്ന് പറഞ്ഞ അവർ ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നതിനെതിരെ, ആ വഞ്ചനയ്ക്കെതിരെയാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. ആ പ്രദേശത്തെ ആകെ ബാധിക്കുന്ന രീതിയിലേക്ക്, മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് ഈ സംഭവങ്ങൾ എത്തി നിൽക്കുന്നു. വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതാണ് മാരാരിക്കുളത്തെ ജനങ്ങൾ അറിയിച്ചിട്ടുള്ളത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. അപ്പോൾ നിരവധി കുടുംബങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ആ ഭൂമാഫിയ വലവരിച്ചിരിക്കുകയാണ്. അസുഖങ്ങൾ വന്നാൽ പോലും അവിടെ നിന്ന് എങ്ങനെ പുറത്തേക്ക് എത്തുമെന്ന വലിയ ആശങ്ക ആ ജനങ്ങളെ സംബന്ധിച്ച് നിലനിൽക്കുകയാണ്. ശരണ്യ അവിടെ പോയി അവരിൽ കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ കൂടിയുണ്ട്, അവരുടെ പ്രതികരണം കൂടിയുണ്ട്. അതുകൂടി നമുക്കൊന്ന് കണ്ടതിന് ശേഷം തിരിച്ചെത്താം. കടന്നു പോകുന്ന വലിയ ദുരിതം അവർ ന്യൂസ് 18നോട് വിശദീകരിക്കുന്നത് കേൾക്കാം. കാലങ്ങളായിട്ട് ഈ പ്രദേശവാസികളായിട്ടുള്ള 50-ലധികം ആൾക്കാർ കാലാകാലങ്ങളായിട്ട് യൂസ് ചെയ്യേണ്ടിരുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ വഴി. ഈ വഴി അടങ്ങിയിരിക്കുന്ന പ്രോപ്പർട്ടി ഒരു റിസോർട്ട് മാഫിയ എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരത്
ബൈ ചെയ്തപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഒരു അരികത്ത് കൂടി നമുക്ക് വഴി അനുവദിച്ച് തരാമെന്ന് അവർ പറയുകയും അതിനനുസരിച്ച് പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാർ 1.5 മീറ്റർ അവരും വിൽക്കും, 1.5 മീറ്റർ റിസോർട്ട് ഉടമകളും തരാമെന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ഈ വഴിയെല്ലാം കേന്ദ്രീകരിച്ച് ക്ലീൻ ചെയ്യുകയും ആ വഴിക്ക് റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. പക്ഷേ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം വരുമ്പോഴത്തേക്ക് അവർ ആ പ്രോപ്പർട്ടി വിട്ടുതരത്തില്ല എന്നുള്ള മുടന്തൻ ന്യായമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വീതി കിട്ടത്തില്ല, അവരുടെ ഫ്രണ്ടേജിനുള്ള വീതി കിട്ടത്തില്ല എന്നുകൊണ്ട് ആ പ്രോപ്പർട്ടി അവർ വിട്ടുതരത്തില്ലെന്ന് ന്യായം പറഞ്ഞിട്ടാണ് ഇതിപ്പോഴും ഇങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുന്നത്. ഞങ്ങളൊരു 50 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. ഞങ്ങളുടെ തെക്കേ സ്ഥലം മൊത്തം ഇവിടെ റിസോർട്ടുകാരെടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കിപ്പോൾ പോകാൻ വഴിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അവസ്ഥയാണ് ഞങ്ങൾക്ക് ഈ വെള്ളവായി വരുമ്പോഴുള്ള അവസ്ഥ. ഇപ്പോൾ അല്ല പ്രശ്നം, വെള്ളവായി വരുമ്പോൾ ഞങ്ങൾക്ക് ഒരു വിധത്തിലും പറ്റാത്ത ഒരവസ്ഥയാണ്. അത് പറയാൻ പോലും പറ്റില്ല, ഒന്ന് കണ്ടാലേ പറ്റുള്ളൂ. ഈ ഒരു പ്രദേശത്തെ മൊത്തം ഗതാഗത സൗകര്യമാകണമെങ്കിൽ ഇപ്പോൾ ഇവിടെ ഗവൺമെൻറ് ഹൈസ്കൂളുണ്ട്, നമ്മുടെ കൊല്ലത്തെ ഹോളി ഫാമിലി ചർച്ചുണ്ട്. അപ്പോൾ ആ പള്ളികളിലേക്ക് പോകാനും സ്കൂളിലേക്ക് പോകാനും അതേഷ്ടം കിഴക്കേ വാർഡുകളിൽ നിന്ന് മത്സരങ്ങൾക്ക് ഇവിടെ മത്സരം നടത്തുവാൻ വേണ്ടി പടിഞ്ഞോട്ട് വരുവാനും കടപ്പുറത്തേക്ക് വരുവാനും ഈ ഒരു വഴികളും ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവർ ആ ഭൂമാഫിയ അവിടെ എടുത്തുകൊണ്ട് അവിടുത്തെ തിരശ്ശ റോഡുമായിട്ട് അവിടുത്തെ എൻഡിൽ നിന്ന് പടിഞ്ഞോട്ട് വന്നാലേ അവർ സ്ഥലം തന്നാൽ മാത്രമേ നമുക്ക് ഈ പാലവും റോഡും ഒക്കെ യഥാർത്ഥമാകാൻ പറ്റത്തുള്ളൂ. റോഡിന് വേണ്ടിയിട്ട് ഇപ്പം 5 വർഷത്തിന് മുകളിലായി. നേരത്തെ ഞങ്ങൾ നിർബന്ധം പിടിച്ചില്ല, എന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കളൊക്കെ പഠിക്കായിരുന്നു. അപ്പോൾ ഒരു വഴക്കുണ്ടാക്കണ്ട, കേസിലൊന്നും പോകണ്ട എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് പഠിത്തമൊക്കെ കഴിഞ്ഞ് പിള്ളേർ പോട്ടെ എന്ന് കരുതിയിട്ട് ഞങ്ങളൊന്നും പോയില്ല. ഇപ്പം പിള്ളേരൊക്കെ ഒരുമാതിരി ആയി, എന്നിട്ട് ഇവർ തരുന്നില്ല. അപ്പോഴാണ് ഇപ്പം ഞങ്ങളെല്ലാവരും രോഗികളാണ്. കഴിഞ്ഞ 2025 മെയ് മാസത്തിൽ തുടങ്ങിയതാണ്. ആ തുടങ്ങി ആദ്യത്തെ സമയം തന്നെ ഇതിന് മാനേജരോട് നേരിട്ട് ചെന്ന് ഞാൻ ഉൾപ്പെടെ ഉള്ള ഈ പ്രദേശവാസികൾ പറഞ്ഞതാണ്, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് അതങ്ങനെ നീണ്ടു പോയി 9 മാസം കഴിഞ്ഞ് അവസാനം അവർ പറയുന്നത് നിങ്ങൾക്ക് കൺസെൻറ്റ് ഫോമിൽ നമ്മൾ കൊടുത്ത കൺസെൻറ്റ് ഫോമിൽ, അതായത് റോഡിന് വേണ്ടി ഇട്ട് തരാനുള്ള കൺസെൻറ്റ് ഫോം തരത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ പെർമിഷൻ തരാം. അതിൻ്റെ ഉദ്ദേശം ഇവിടെ കൂടി ഒരു പബ്ലിക് റോഡ് വരാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അവരുടെ തന്നെ പ്രോപ്പർട്ടിയല്ല, അവരുടെ തന്നെ വഴിയിട്ടിട്ട് ജനങ്ങൾക്ക് വഴിയില്ലാതെ ബുദ്ധിമുട്ടിച്ച് ബാക്കിയുള്ളവരുടെ സ്ഥലം കൂടി നിസ്സാര വിലയ്ക്ക്, വഴിയില്ലാതെ വരുമ്പം അത് നിസ്സാര വിലയ്ക്ക് കൈക്കലാക്കാനുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് തന്ത്രം തന്നെയാണ് അവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം മോഹന വാഗ്ദാനങ്ങൾ നൽകുക, പിന്നീട് അതിൽ നിന്ന് പിന്മാറി ജനങ്ങളെ ഒരു തരത്തിലും അവിടെ ജീവിക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് എത്തിക്കുക, അവരുടെ ഭൂമിയിൽ നിന്ന് അവരെ ആട്ടിയോടിക്കുക. ഈ തന്ത്രമാണ് എവിടെയും ഭൂമാഫിയ പയറ്റുന്നത്. അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഏതായാലും പ്രദേശവാസികളുടെ പരമ്പരാഗതമായ നടവഴികൾ സ്വന്തമാക്കിയ റിസോർട്ട് ഭൂമിയുടെ തെക്കേ അതിരിനോട് ചേർന്ന് വഴിക്കായി നാട്ടുകാരോടൊപ്പം ചേർന്ന് ഭൂമി വിട്ടു നൽകാമെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് ആ ഉറപ്പിൽ നിന്ന് ഇവർ പിന്മാറിയിരിക്കുകയാണ്. ഇതോടെയാണ് 52 കുടുംബങ്ങൾ ദുരിതത്തിലായിരിക്കുന്നത്. കിടപ്പു രോഗികളും കുട്ടികളും എന്തിന് അംഗനവാടി കെട്ടിടം പോലും വഴിമുട്ടിയ അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഭൂമാഫിയ ഒരു പ്രദേശത്തെ ജനജീവിതത്തെ ആകെ തകിടം മറിച്ച് ഒടുവിൽ ആ പ്രദേശത്തിന്റെ അധിപരായി മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ മാരാരിക്കുളത്ത് ഇപ്പോൾ കാണുന്നത്. ജനിച്ചു വളർന്ന ഭൂമിയിൽ നിലനിൽക്കാനുള്ള പോരാട്ടം നടത്തുന്ന ഈ തീരദേശ ജനതയ്ക്കൊപ്പം ന്യൂസ് 18 അണിനിരക്കുകയാണ്. അവർക്ക് നീതി കിട്ടുന്നത് വരെ അവർക്കൊപ്പം ന്യൂസ് 18 ഉണ്ടാകും. ആ ഉറപ്പ് നൽകിക്കൊണ്ട് നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത ഫോക്കസിലേക്ക് കടക്കാം. ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വരണ്ട ചുമ നാടെങ്ങും പടരുകയാണ്. സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് 2.66 ലക്ഷം പനി കേസുകളാണ്. പ്രതിദിനം ഏതാണ്ട് 6000 മുതൽ 6500 പേർ വരെ ഇപ്പോൾ പനി ബാധിച്ച് എത്തുന്നതായാണ് ആരോഗ്യവകുപ്പിന്റെ തന്നെ കണക്കുകൾ പറയുന്നത്. കോവിഡ് പോലെ ഉള്ള ഒരു വൈറസ് തന്നെയാണ് ഈ ചുമയും പടർത്തുന്നത്. റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, റൈനോ വൈറസ്, മെറ്റാന്യൂമോ വൈറസ് തുടങ്ങിയ വൈറസുകളാണ് കാരണക്കാർ. കൃത്യമായ ചികിത്സ തേടിയില്ലെങ്കിൽ ന്യൂമോണിയ മുതൽ ബ്രോങ്കൈൽ ആസ്മയ്ക്ക് വരെ ഇത് വഴിയൊരുക്കാനുള്ള സാധ്യതയും സാഹചര്യവും ഒക്കെ നിലനിൽക്കുകയാണ്. ഇതിൽ മിക്കവർക്കും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമയാണ് പ്രധാന ലക്ഷണം. ഇതിന് പിന്നിലെ കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തിയിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഈ സാഹചര്യം? എങ്ങനെയാണ് ഈ അവസ്ഥയിൽ നമ്മൾ കരുതലുകൾ സ്വീകരിക്കേണ്ടത്, ചികിത്സിക്കേണ്ടത് എന്ന ആശങ്ക ഉയരുമ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് പൾമനോളജിസ്റ്റ് ഡോക്ടർ സണ്ണി പി ഓറത്തേൽ. നമ്മളുടെ സംശയങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകും. സ്വാഗതം ഡോക്ടർ. വലിയ ആശങ്കയായി മാറിയിരിക്കുകയാണ്. എനിക്കും കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി ആദ്യം പനി വരുന്നു, പിന്നീട് ഇപ്പോൾ ചുമ കാരണം രാത്രി ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യമൊക്കെയുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഓഫീസുകളിൽ ഒക്കെയും പലർക്കും വളരെ വേഗത്തിൽ ഈ പനി പടർന്നു പിടിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. ഏതാണ്ട് കോവിഡിന് സമാനമായ സാഹചര്യം പോലെയൊക്കെ മാറുന്നു എന്നതാണ് നമുക്ക് തോന്നുന്നത്. എന്താണ് ഇതിലെ യഥാർത്ഥ കണക്കുകളും കാര്യങ്ങളും?
ശരിയാണ്. കഴിഞ്ഞ കുറെ കാലമായിട്ട് സാധാരണ ജനങ്ങൾക്ക് ചുമയും അതുപോലെ തന്നെ നേരിയ പനിയും അനുഭവപ്പെടുന്നതായിട്ടാണ് ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെയുള്ളൊരു പ്രത്യേകത, സാധാരണ ചുമ എന്ന് പറയുമ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ അങ്ങേയറ്റം 10 ദിവസമൊക്കെ നീണ്ടു നിന്നാൽ ആ ചുമ മാറുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന ചുമയാണ് പലപ്പോഴും കണ്ടിരിക്കുന്നത്. അത് കോവിഡിന് സമാനമായിട്ടുള്ള സ്ഥിതിയാണെന്ന് പറഞ്ഞത് ശരിയാണ്. ലക്ഷണങ്ങൾ കൊണ്ട് കോവിഡ് പോലെ തോന്നുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഇതൊരു വൈറൽ ചുമയാണ് എന്നുള്ളതാണ് സത്യം. നമ്മുടെ നാട്ടിലിപ്പം ധാരാളമായിട്ട് വൈറസസ് ഉണ്ട്. പ്രത്യേകിച്ചും ഇൻഫ്ലുവൻസ വൈറസ് ഉണ്ട്. പിന്നെ ചിലപ്പോൾ ചില മാസങ്ങളിലൊക്കെ റെസ്പിറേറ്ററി സെൻസിഷ്യൽ വൈറസ് എന്ന് പറയുന്നൊരു വൈറസ് ഉണ്ട്. അത് ശ്വാസകോശത്തെ മാത്രം ബാധിക്കുന്നതാണ്. ഈ 2 വൈറസുകളാണ് പ്രകടമായിട്ടും കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് കണ്ടിരിക്കുന്നത്. ഇൻഫ്ലുവൻസ വൈറസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലുവൻസ എ ഉണ്ട്, ഇൻഫ്ലുവൻസ ബി ഉണ്ട്. അത് രണ്ടും ഏതാണ്ട് ഒരേ ലക്ഷണങ്ങളൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെയാണ് റെസ്പിറേറ്ററി സെൻസിഷ്യൽ വൈറസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ചുമ, നേരിയ പനി, നേരിയ ശരീരവേദന, മൂക്കൊലിപ്പ്, തൊണ്ടവേദന, ഇതാണ് പ്രധാന ലക്ഷണങ്ങൾ. ഇതിന് ഒരു ബാക്ടീരിയ അല്ലാത്തത് കൊണ്ട് പ്രത്യേകം ഒരു മരുന്ന് നൽകേണ്ട ആവശ്യമില്ല, ആന്റിബയോട്ടിക് ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പനിയാണെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പാരസെറ്റമോൾ കഴിക്കാം. അതുപോലെ തന്നെ തൊണ്ടവേദനയ്ക്ക് നമുക്ക് കഴിക്കാവുന്ന ലോസഞ്ചസ് ഒക്കെ വേണമെങ്കിൽ കഴിക്കാം. പിന്നെ ചെറു ചൂടില് ഉപ്പുവെള്ളം തൊണ്ടയിൽ കൊള്ളുക, ഇതൊക്കെയാണ് നമ്മൾ പ്രായോഗികമായിട്ട് ചെയ്യുന്നത്. വൈറസ് ഇൻഫെക്ഷൻ ആകുമ്പോഴേക്കും ആ വൈറസ് ഇൻഫെക്ഷൻ അത് സ്വമേധയാ അല്ലെങ്കിൽ തനിയെ തന്നെ പോവുകയുള്ളൂ. ആന്റിവൈറൽ ഏജന്റ് ഉണ്ടെങ്കിൽ കൂടിയും അത് പനിക്ക് ഗുണകരമായിരിക്കാം. പക്ഷേ ഈ ചുമയ്ക്ക് ആന്റിവൈറൽ ഏജന്റ് കൊണ്ട് വലിയ ഒരു ഗുണം കിട്ടുമെന്നും തോന്നുന്നില്ല. പിന്നെ കഫ് സിറപ്പ് കഴിക്കാവുന്നതാണ്. കഫ് സപ്രസന്റ്, അതായത് ചുമയാണ്, വരണ്ട ചുമയാണെങ്കിൽ കഫ് സപ്രസന്റും, അതല്ല കഫത്തോടു കൂടി ചുമയാണെങ്കിൽ കഫ് എക്സ്പെക്ടന്റും കഴിക്കാവുന്നതാണ്. ഇപ്പൊ രോഗലക്ഷണത്തിനനുസരിച്ചിട്ട് നമ്മൾ ചികിത്സിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് ചികിത്സാ മാർഗങ്ങളൊന്നും ഇവിടെ പ്രായോഗികമല്ല. ഡോക്ടർ, അപ്പോൾ ഈ ആന്റിവൈറൽ ചികിത്സയുടെ ആവശ്യമില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്? പനിയുണ്ട്, ശരീരവേദനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണമെന്നുണ്ടെങ്കിൽ ആന്റിവൈറൽ എടുക്കാം. പക്ഷെ ചുമയ്ക്ക് വലിയ ഒരു മെച്ചമുണ്ടാകാൻ പോകുന്ന ആന്റിവൈറൽ കഴിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ദൂഷ്യവുമില്ല. 5 മുതൽ 7 ദിവസം അല്ലെ 10 ദിവസം വരെ ആന്റിവൈറൽ ഡ്രഗ്സ് ഒക്കെ എടുക്കാവുന്നതാണ്. ഇതിൽ ഒരു സംശയമുള്ളത്, ഈ കോവിഡിന് ശേഷമുള്ള സാഹചര്യങ്ങളെ കൂടുതൽ കരുതിയിരിക്കണമെന്ന് ആരോഗ്യ പ്രവർത്തകർ തന്നെ നമുക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ടല്ലോ. ഇതിപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ന്യൂമോണിയ പോലെയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും എന്ന തരത്തിലൊക്കെയുള്ള ആശങ്കകൾ പല കോണിൽ നിന്നും ഉയരുന്നുണ്ട്. അത്തരം നിർദ്ദേശങ്ങൾ ചില ആരോഗ്യ പ്രവർത്തകരെങ്കിലും പങ്കുവെക്കുന്ന സാഹചര്യമുണ്ട്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? സാധാരണഗതിയിലെ വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ന്യൂമോണിയ ഒന്നും ബാധിക്കണമെന്നില്ല. പക്ഷെ വൈറൽ ന്യൂമോണിയ ഉണ്ട്, അത് ശരിയാണ്. വൈറൽ ന്യൂമോണിയ ഉണ്ടാകാം, വൈറൽ ബ്രോങ്കൈറ്റിസ് ഉണ്ടാകാം, അതുമായി ബന്ധപ്പെട്ട് ശ്വാസമുട്ടലും ശ്വാസതടസ്സവും ഒക്കെ വേണമെങ്കിൽ ഉണ്ടാകാം. പക്ഷെ ഇത് കാണുന്നത് കൂടുതലും ഈ രോഗപ്രതിരോധ ശക്തി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന വ്യക്തികളിലാണ് കാണുന്നത്. മുതിർന്ന വ്യക്തികളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വൈറൽ പനികൾ അല്ലെങ്കിൽ ഇതുപോലെ വൈറൽ ചുമയൊക്കെ ന്യൂമോണിയ ആയിട്ടൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ക്യാൻസർ രോഗികൾ, കിഡ്നിയുടെ അസുഖമുള്ള രോഗികള്, ഷുഗർ രോഗമുള്ളവരെ, അതുപോലെ ക്രോണിക് ലിവർ ഡിസീസ്, ഇങ്ങനെയുള്ള രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കുന്ന രോഗാവസ്ഥയുള്ളവർ അല്ലെങ്കിൽ രോഗമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള രോഗങ്ങൾ വരുമ്പോഴേക്കും അത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ആ ഒരു അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കപ്പോഴും കടുത്ത പനി ഉണ്ടാകും. അതുപോലെ തന്നെ ചുമച്ചു തുപ്പുമ്പോൾ മഞ്ഞക്കഫം അല്ലെങ്കിൽ ചിലപ്പോൾ രക്തം കലർന്ന കഫം ഉണ്ടാകാം. അതുപോലെ ശ്വാസം മുട്ടലുണ്ടാകാം, നെഞ്ചുവേദന ഉണ്ടാകാം. ഇതൊക്കെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ഒരു ലക്ഷണമാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് അതിന് രോഗപ്രതിരോധമായിട്ട് അല്ലെങ്കിൽ ഒരു ചികിത്സാവധിയായിട്ട് ആന്റിബയോട്ടിക്സുകൾ എടുക്കേണ്ടി വരും. കോവിഡിന്റെ ടൈമിൽ ഈ രോഗം പടർന്നു പിടിക്കുന്നത് ഒഴിവാക്കാൻ നമ്മൾ ചില മുൻകരുതലുകൾ സ്വീകരിച്ചിരുന്നു. മാസ്ക് ഉപയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള മുൻകരുതലുകളൊക്കെയാണ് സ്വീകരിച്ചിരുന്നത്. ഇപ്പോൾ പനി എന്ന നിലയിലല്ല, ചുമയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഘടകം. അതും രാത്രി സമയങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ചുമ ഇടവിട്ടുണ്ടാകുന്നു. നമ്മൾ സാധാരണയായി കഴിക്കുന്ന കഫ് സിറപ്പുകൾ ഒന്നും ഏശാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് എന്തുകൊണ്ടാണ് അത്തരം ഒരു കഠിനമായ ചുമയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്? അത് തീർച്ചയായിട്ടും ഈ വൈറൽ പനി വന്നതിന് ശേഷം അത് ബ്രോങ്കൈറ്റിസ് ആയിട്ട് മാറുന്നുണ്ട്. വൈറൽ ബ്രോങ്കൈറ്റിസ് ഉണ്ടാകാം, ഒരു ചെറുതായിട്ടെങ്കിലും ഒരു വൈറൽ ന്യൂമോണിയ വരാം. അങ്ങനെ വരുമ്പോഴാണ് രാത്രി കാലങ്ങളിലെ ചുമയുണ്ടാകുന്നത്.
ആ ഒരു അവസ്ഥയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആന്റിബയോട്ടിക്സുകൾ എടുക്കേണ്ടി വരും. അതല്ല എങ്കിൽ കഫ് സിറപ്പുകൾ കഴിച്ചാൽ മതി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ രോഗം വരാതിരിക്കാനുള്ളതായ പ്രതിരോധ നടപടികളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. കോവിഡ് കാലത്ത് എല്ലാവരും അനുഷ്ഠിച്ചു പോകുന്ന പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ മാസ്ക് ധരിക്കുക, സാമൂഹ്യ അകലം പാലിക്കുക എന്നൊക്കെ ഉള്ളത്, അതുപോലെ തന്നെ ശുചിയായിട്ടിരിക്കുക എന്നുള്ളതും ഒക്കെ. ഇത് മാറിയ കാലഘട്ടത്തിലെ കോവിഡിന്റെ സമയത്ത് എല്ലാവർക്കും ഭയം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാരും അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ഈവൻ നേരത്തെ പറഞ്ഞ പോലെ രോഗാവസ്ഥ ഉള്ളവര്, ക്യാൻസർ രോഗമുള്ളവര്, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉള്ളവര്, ക്രോണിക് കിഡ്നി ഡിസീസ്, ക്രോണിക് ലിവർ ഡിസീസ് ഉള്ളവർ പോലും മാസ്കും ഒക്കെ ധരിക്കാതെയാണ് പോകുന്നത്. അപ്പോൾ ഈ വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ അന്തരീക്ഷത്തിലെല്ലാം ഉണ്ട്. അതുപോലെ വൈറൽ രോഗികളും ഉണ്ട്. അവരിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ മറ്റു വ്യക്തികളിലേക്ക് രോഗം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ മുൻകരുതലുകൾ എന്തുകൊണ്ടും നല്ലതാണ്. പ്രത്യേകിച്ചും മാസ്ക് ധരിക്കുക എന്ന് പറയുന്നത്, ശുചിത്വം പാലിക്കുക എന്ന് പറയുന്നത്, വലിയ ക്രൗഡിൽ പോകാതെ സാമൂഹ്യ അകലം പാലിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായും സ്വയം അത്തരം മുൻകരുതലുകൾ എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു, ഒരു സെക്കൻഡറി ഇൻഫെക്ഷനുള്ള സാധ്യതകളില്ല എങ്കിൽ അധികം പേടിക്കേണ്ടുന്ന സാഹചര്യമില്ല എന്നത് സൂചിപ്പിച്ചു താങ്കൾ. എപ്പോഴാണ് ഇതിന് ഒരു വിദഗ്ധ ചികിത്സ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സ എന്ന നിലയിലേക്ക് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് തന്നെ ചികിത്സ തേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത്? ഏത് ഘട്ടത്തിലാണ്? ഒരു 3 ആഴ്ച സമയമൊക്കെ സേഫ് ആണോ? 3 ആഴ്ച വരെ ഒന്നും പോകേണ്ട കാര്യമില്ല. സാധാരണഗതിയിൽ പനി ഒരു 2-3 ദിവസം കൊണ്ട് മാറും. അതിനുശേഷം ചുമയാണെങ്കിൽ ഒരു 5-6 ദിവസം, മാക്സിമം ഒരാഴ്ച വരെ നിൽക്കും. അതിനുശേഷമാണെങ്കിൽ നിർബന്ധമായിട്ടും ഡോക്ടറെ കണ്ട് നമ്മൾ ചികിത്സ തേടേണ്ടതാണ്. പ്രത്യേകിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശക്തിയായിട്ടുള്ള പനി ഉണ്ടാകും. ആദ്യം ഒരു പനി വന്നു, അത് വൈറൽ പനി ആയിരിക്കാം. അതിനുശേഷം ശക്തിയായിട്ടുള്ള പനി വരിക, ശക്തിയായ ദേഹം വേദന വരിക, ചുമച്ചു തുപ്പുമ്പോഴേക്കും മഞ്ഞക്കഫം വരിക, ചുമച്ചു തുപ്പുമ്പോൾ രക്തം ഉണ്ടാവുക, രക്തം കലർന്ന കഫം വരിക, അതുപോലെ നെഞ്ചുവേദന അനുഭവപ്പെടുക, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക. ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങൾ എവിടെയെങ്കിലും തുടങ്ങിയാൽ അത് നിർബന്ധമായിട്ടും ഡോക്ടറെ പോയി കണ്ട് ആന്റിബയോട്ടിക്സ് എടുക്കേണ്ടതാണ്. ആന്റിബയോട്ടിക്കുകളൊക്കെ ഏത് ആന്റിബയോട്ടിക് വേണം എന്നുള്ളതൊക്കെ ഡോക്ടർ നിശ്ചയിക്കുന്നത് ഒരുപക്ഷെ എക്സ്റേ എടുത്ത് നോക്കിയിട്ടും രക്തം പരിശോധിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും. ആ ചികിത്സയൊക്കെ ഡോക്ടർക്കും ആശുപത്രി അധികൃതർക്കും വിട്ടുകൊടുക്കേണ്ടതാണ്. ശരി, വളരെ നന്ദി ഡോക്ടർ ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും വലിയ അപകടകാരിയല്ല ഈ വൈറസ് എന്ന് പറയുന്നു. അപ്പോൾ പോലും ശ്രദ്ധ വേണം, മുൻകരുതൽ വേണം. പടർന്ന് പിടിക്കാതിരിക്കാനുള്ള നമ്മൾ എന്താണ് കോവിഡ് കാലത്തൊക്കെ സ്വീകരിച്ചിരുന്ന ജാഗ്രതാ മാർഗങ്ങൾ അത് പിന്തുടരാവുന്നതാണ് എന്നതാണ് സൂചിപ്പിക്കുന്നത്. വളരെ നന്ദി ഞങ്ങളോട് ചേർന്നതിനും ഈ കാര്യങ്ങൾ വിശദീകരിച്ചതിനും. നമുക്ക് നമ്മുടെ ഫോക്കസ് നമ്പർ 5ലേക്ക് പോകാം. പശ്ചിമേഷ്യയിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു ഭാഗത്ത് ഇറാൻ അമേരിക്ക ആണവ ചർച്ചകൾ, മറുഭാഗത്ത് മിസൈൽ പരീക്ഷണം, പോർ വിമാനങ്ങൾ അയക്കലും. വളരെ കലുഷിതമായ എന്തും സംഭവിക്കാവുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങുന്നു എന്നതാണ് നമ്മൾ പശ്ചിമേഷ്യയിൽ കാണുന്നത്. ജനീവയിൽ നടന്ന ആണവ ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗർച്ചി വ്യക്തമാക്കി. അതിന് പിന്നാലെ തന്നെ ഇറാനും റഷ്യയും സംയുക്ത നാവിക അഭ്യാസത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന വാർത്ത വരികയാണ്. അപ്പോൾ പശ്ചിമേഷ്യയിൽ എന്തും സംഭവിക്കാവുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ വീണ്ടും മാറിയിരിക്കുകയാണ്. ട്രംപിന് മറുപടിയായാണ് ഇറാന്റെ മിസൈൽ വർഷം ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. യുഎസുമായി ജനീവയിൽ ആണവ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് ഹോർമുസ് കടലിടുക്കിലേക്കുള്ള ഇറാന്റെ അപ്രതീക്ഷിതമായ മിസൈൽ വർഷമുണ്ടായത്. ഇറാന്റെ എലൈറ്റ് റവല്യൂഷണറി ഗാർഡ് നടത്തിയ സൈനിക അഭ്യാസമായിരുന്നു ഇതെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇതിനെ തുടർന്ന് മണിക്കൂറുകളോളമാണ് ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ ഷിപ്പിംഗ് സുരക്ഷ കണക്കിലെടുത്ത് അടച്ചിട്ടത്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന പാതയാണ് ഇത്. ഇറാന്റെ ആണവ നിലയങ്ങൾ B-20 ബോംബറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കുമെന്ന US പ്രസിഡന്റിന്റെ ഭീഷണിക്ക് മറുപടിയായിരുന്നു ഈ സൈനിക അഭ്യാസം എന്നതാണ് പുറത്തുവന്ന സൂചനകൾ. മിസൈൽ വർഷത്തിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനയുടെ പ്രസ്താവനയും പുറത്തുവന്നു. ഇത് നൽകുന്ന സൂചനയും ഇത് അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ് എന്നത് തന്നെയാണ്. ട്രംപിന്റെ മുൻ വാക്കുകളെ ആധാരമാക്കിയാണ് ഖമനൈ ട്രംപിനെ നേരിട്ട് വെല്ലുവിളിച്ചിരിക്കുന്നത്. 3 എക്സ് പോസ്റ്റുകളിലായി US സൈന്യത്തിനും ട്രംപിനുമായി ഖമനൈ ഭീഷണി മുഴക്കുന്നതാണ് നമ്മൾ കണ്ടത്. 47 വർഷമായി ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് US പ്രസിഡന്റ് പറഞ്ഞത്. അത് നല്ലൊരു കുറ്റസമ്മതമാണ് എന്ന് ഖമനൈ പറയുന്നു. നിങ്ങൾക്ക് ഇതിന് സാധിക്കില്ല എന്നും ഖമനൈ ഒരു പോസ്റ്റിലൂടെ പറയുന്നു. ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യം തങ്ങളുടേതെന്ന് US പ്രസിഡന്റ് ആവർത്തിച്ച് പറയുന്നു. ലോകത്തെ ഏറ്റവും ശക്തമായ സേനയ്ക്ക് കിട്ടുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാമെന്നാണ് ഖമനയുടെ മറ്റൊരു പോസ്റ്റിലെ മുന്നറിയിപ്പ്. USന്റെ നാവിക വിന്യാസത്തെ പറ്റിയാണ് ഖമനയുടെ 3ാമത്തെ പോസ്റ്റ്. USന്റെ യുദ്ധക്കപ്പലുകളെ
മുക്കാൻ സാധിക്കുന്ന ആയുധം കയ്യിലുണ്ടെന്ന ധ്വനിയായിരുന്നു ആ പോസ്റ്റിലുള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തിനും ഇറാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അമേരിക്കയ്ക്കുള്ള മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ ഈ മിസൈൽ പരീക്ഷണത്തിലൂടെ നടത്തിയിരിക്കുന്നത് എന്ന സൂചനകൾ തന്നെയാണ് ഖമനയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനിലേക്ക് യുദ്ധക്കപ്പൽ അയച്ചു എന്നാണ് അമേരിക്ക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ യുദ്ധക്കപ്പൽ എന്നത് അപകടകരമായ സൈനിക സന്നാഹം തന്നെയാണ്. യുദ്ധക്കപ്പലിനെ അടിത്തട്ടിലേക്ക് അയക്കാൻ ശേഷിയുള്ള ആയുധമാണ് അതിനേക്കാൾ അപകടകാരി എന്ന് ഇറാൻ പറയുമ്പോൾ ഏത് സാഹചര്യവും നേരിടാൻ തങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നതാണ് ഖമനയുടെ വാക്കുകൾ നൽകുന്ന സൂചന. പക്ഷേ നമ്മൾ ഒരു ഭാഗത്ത് ചർച്ചകൾ വളരെ സുഗമമായി നടക്കുന്നത് കൂടി കാണുന്നുണ്ട്. ജനീവയിൽ വെച്ച് ഇറാനും യുഎസിനും ഇടയിലെ 2ാം ഘട്ട ആണവ ചർച്ചകൾ നടന്നു. ഒമാന്റെ മധ്യസ്ഥതയിലായിരുന്നു ഈ ചർച്ചകൾ നടന്നത്. ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്നും പൊതുവായ ചില തത്വങ്ങളിൽ ധാരണയായി എന്നും ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രച്ചി തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ ഉടൻ ഒരു കരാറിലെത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. യുഎസിന് വേണ്ടി സ്റ്റീവ് വിറ്റ്കോഫും ജറേഡ് കുഷ്ണറുമാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇന്നലെ നടന്ന ചർച്ചയിൽ കരാറിന്റെ പൊതു തത്വങ്ങൾ ധാരണയായിട്ടുണ്ട്. കരട് രേഖ ഇരു രാജ്യങ്ങളും പരിശോധിക്കും. തുടർന്നുള്ള ചർച്ചകൾക്ക് ശേഷമായിരിക്കും ഒരു അന്തിമ കരാറിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുക. അപ്പോൾ അതിനുള്ള ഒരു സാധ്യത ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് വലിയ ഏറ്റുമുട്ടലിന്റെ സൂചനകളും വെല്ലുവിളികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ബാലിസ്റ്റിക് പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കരാറിന്റെ ഭാഗമാകുമോ എന്നതൊന്നും നിലവിൽ വ്യക്തമല്ല എങ്കിലും അവിടെ വളരെ പോസിറ്റീവായാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയത് എന്നത് നമുക്ക് കാണാം. ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം നടത്തുമെന്ന സൂചന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിട്ടുണ്ട്. ഇതിന് മറുപടി എന്നോണമാണ് ഇറാൻ ഇപ്പോൾ ഹോർമുസിലെ സൈനികാഭ്യാസം നടത്തിയിരിക്കുന്നത്. യുദ്ധക്കപ്പലുകൾ അപകടകാരികളാണ്, എന്നാൽ അവയെ കടലിന്റെ ആഴങ്ങളിലേക്ക് താഴ്ത്താൻ കഴിയുന്ന ആയുധങ്ങൾ അതിലും അപകടകാരികളാണ് എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് തന്നെ പറയുന്നത്. ഏത് സാഹചര്യങ്ങൾക്കും ഞങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു എന്നതാണ്. ഹോർമുസ് കടലിടുക്കിലെ സൈനികാഭ്യാസം അതിന്റെ സൂചന തന്നെയാണ്. പിന്നാലെ ഇപ്പോൾ അമേരിക്ക ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പശ്ചിമേഷ്യയിലേക്ക് F-35, F-22, F-16 പോർ വിമാനങ്ങൾ അയച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 50-ലധികം F-35, F-22, F-16 യുദ്ധവിമാനങ്ങൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് അയച്ചു എന്നതാണ് പുറത്തുവരുന്ന വാർത്തകൾ. ഓപ്പൺ സോഴ്സ് ഫൈറ്റ് റഡാർ ഡാറ്റയും ഒരു US ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചുകൊണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയും ആ രീതിയിൽ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടെ ഒമാൻ കടലിലും വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലുമായി ഇറാനും റഷ്യയും തമ്മിൽ നാളെ സംയുക്ത നാവികാഭ്യാസം നടത്തുമെന്ന വാർത്തകളുണ്ട്. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ റവല്യൂഷണറി ഗാർഡ്സ് സൈനികാഭ്യാസം നടത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് ഈ ഒരു പുതിയ നീക്കം നടക്കുന്നത്. സമുദ്ര സുരക്ഷയ്ക്കും സുരക്ഷിതത്വത്തിനും ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങളെ ചെറുക്കുന്നതിനും സമുദ്ര ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിനും ആവശ്യമായ സംയുക്ത നടപടികളിൽ ഏകോപനം സൃഷ്ടിക്കുക എന്നതാണ് ഈ അഭ്യാസത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് ഇറാന്റെ നാവിക കമാൻഡർ തന്നെ സൂചിപ്പിക്കുന്നതായി ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്ക മേഖലയിലേക്ക് പോർ വിമാനങ്ങൾ അയക്കുകയും ഇറാൻ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തത് എന്തിനും സജ്ജമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ റഷ്യയുമായി ചേർന്ന് നടത്തുന്ന സംയുക്ത നാവികാഭ്യാസം ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നതുകൂടി കാണണം. അപ്പോൾ പല വിധത്തിലുള്ള നീക്കങ്ങൾ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടത്തിലും ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്ന് കാണുകയും അവിടെ നിന്ന് പിന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും യുദ്ധസമാനം എന്തിനും തയ്യാറായി നിൽക്കുന്ന അമേരിക്കയെയും ഇറാനെയുമാണ് നമ്മൾ കാണുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു അറ്റാക്കിനുള്ള സാധ്യതയൊക്കെ പശ്ചിമേഷ്യയെ സംബന്ധിച്ച് നിലനിൽക്കുന്നു എന്നതാണ് അവിടുത്തെ സാഹചര്യം. ഒരു വശത്ത് അമേരിക്കയുടെയും ഇറാന്റെയും സൈനിക ശക്തി പ്രകടനവും വാക്പോരും നടക്കുന്നു. മറുവശത്ത് സമാധാന ശ്രമങ്ങളും ചർച്ചകളും നടക്കുമ്പോൾ തന്നെ മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റി ഇറാൻ റഷ്യയുമായും ചൈനയുമായും സൈനികമായി കൂടുതൽ അടുക്കുന്നത് കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ സ്വാധീനത്തിന് വലിയ വെല്ലുവിളിയാണ് ഈ നീക്കങ്ങൾ ഉണ്ടാക്കുന്നത്. ചുരുക്കത്തിൽ മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടേക്കാം എന്ന അങ്ങേയറ്റം പ്രക്ഷുബ്ധമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതാണ് പശ്ചിമേഷ്യയിലെ സാഹചര്യം. അപ്പോൾ നമ്മളുടെ 5 ഫോക്കസ് വാർത്തകൾ ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.